ഈ ആൻസൈറ്റി നേരിടുന്ന ആൾക്കാർ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു ഘടകം എന്താണെന്ന് ചോദിച്ചാൽ, ചിലർക്ക് ഇതിനെ അതിജീവിക്കുന്നതിന് തടസ്സമായിട്ട് അവരുടെ ഒരു മെൻ്റൽ ബ്ലോക്ക് ഉണ്ടായിരിക്കും. ആ മെൻ്റൽ ബ്ലോക്ക് എന്ന് പറയുന്നത് എപ്പോഴും കുട്ടിക്കാലത്തിലെ ഇവരുടെ ഉള്ളിൽ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ അവർക്ക് ബ്ലോക്ക് ഉണ്ടായിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ചെറുപ്പത്തിലെ വളർന്നു വന്നപ്പോൾ അവരെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്, നീ ഒരു പെൺകുട്ടിയാണ്, വളരെ മിതത്വം പാലിക്കണം, അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ സംസാരിച്ചുകൂടാ എന്ന് വളർത്തപ്പെട്ട ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവർ വലുതായി കഴിയുമ്പോൾ ഒരു നല്ല പൊസിഷനിൽ ജോലി ചെയ്യുവാണെങ്കിലും അവർക്ക് മറ്റുള്ളവരുടെ മുൻപിൽ ആധികാരികമായി സംസാരിക്കുന്നതിനുള്ള വിലക്കുകൾ അവരുടെ ഉള്ളിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒത്തിരി ആൾക്കാർ അവരുടെ ബുദ്ധിമുട്ട് പങ്കുവെച്ചിട്ടുള്ളപ്പോഴെല്ലാം ഈ കുട്ടിക്കാലത്ത് കിട്ടിയിട്ടുള്ള ഈ ഒരു ബ്ലോക്കാണ്. ചിലർക്ക് ചിലപ്പം വളരെ കുഞ്ഞിലേ പറയും പ്രായമുള്ളവരെ ബഹുമാനിക്കണം, മുതിർന്നവരോട് കയർത്ത് സംസാരിച്ചു കൂടാ, ഇങ്ങനെ ഉള്ള വിലക്കുകൾ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതായിരിക്കും. പക്ഷെ അവർക്ക് ഒരു പ്രായമായി കഴിയുമ്പോൾ അതോറിറ്റിയോട് അമിതമായ ബഹുമാനം, വിധേയത്വമാണ്. അപ്പോൾ അവരൊരു പൊസിഷനിൽ ഇരിക്കുകയാണെങ്കിലും അവരുടെ ഒരു ഹൈ പൊസിഷനിലുള്ളവരോട് എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ നടത്തേണ്ടതായിട്ട് വരുമ്പോൾ ഇവർക്കത് അസേർട്ടീവായിട്ട് പറയാൻ വയ്യാതെ ഇങ്ങനെ വിധേയപ്പെട്ട് ഭവ്യതയോടെ നിൽക്കും. അപ്പോൾ പലപ്പോഴും അവരുടെ പെർഫോമൻസിനെ അത് ബാധിക്കാറുണ്ട്. ചിലർക്ക് ഇവിടെ കുട്ടിക്കാലത്ത് എവിടെയെങ്കിലും അതോറിറ്റിയിൽ നിന്നും ഭയങ്കര അടിച്ചമർത്തൽ നേരിട്ടിട്ട് അവിടെ ഭയപ്പെട്ട് വിധേയപ്പെട്ട് നിന്നിട്ടുണ്ടെങ്കിലും പ്രായമാകുമ്പോൾ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റാതെ കോൺഫിഡൻസ് ഇല്ലാതെ പേടിച്ച് നിന്ന് പോകുന്ന അവസരത്തിലും ഈ പറയുന്ന പോലെ മെൻ്റൽ ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ പല കാരണങ്ങളാൽ ചിലപ്പോൾ ആൻസൈറ്റിയെ നേരിടാൻ കഴിയാതെ പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒരു കൗൺസിലിംഗ് ഹെൽപ്പ് സ്വീകരിച്ച് അതെന്താണെന്ന് കണ്ടെത്തി അതിജീവിക്കാൻ അവർക്ക് സഹായം കിട്ടുന്നതായിരിക്കും.